ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുറുമയാണ്. പാലക്കാടൻ സ്റ്റൈലിൽ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കുറുമ. ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോഴേക്കും ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. അതിട്ട് കൊടുക്കുക. 2 പച്ചമുളക് അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില നിറയെ ഇട്ട് കൊടുക്കുക. എത്രത്തോളം ഇടണോ അത്രയും ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നിറയെ ഒന്നും ഇട്ടിട്ട് ഒരുപാട് ഇടരുത്. പക്ഷേ എന്നാലും 2-3 തണ്ടൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് സെറ്റായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാണ് എടുത്തത്, അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ചെറിയ തക്കാളിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വന്ന ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒരു 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച്. എൻ്റെ മോളങ്ങനെ എരിവ് കൂട്ടൂല, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. അതിന് ശേഷം പട്ട ഗ്രാമ്പ് പൊടിച്ചത് അതും ഇട്ട് കൊടുത്തു. ഉരുളക്കിഴങ്ങ് ഒരു 2 ഉരുളക്കിഴങ്ങ് അതും ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ചു, നന്നായി ഇളക്കി അടച്ചു വെച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ചിക്കൻ മസാല ഇട്ടിട്ടില്ല. വീണ്ടും തുറന്നു, ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അതിന് ശേഷം നന്നായി തിളച്ച ശേഷം ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒന്ന് വെന്ത ശേഷം തേങ്ങ അരച്ചത് ഒഴിച്ചു. നന്നായി തിളച്ച ശേഷം എന്തൊക്കെയാണ് അതിൽ കുറവുകൾ നോക്കുക. എന്നിട്ട് നന്നായി തിളച്ച ശേഷം ഓഫ് ചെയ്തിടുക. ഇത് ചോറ്റിന് കൂട്ടാം, പിന്നെ ദോശയ്ക്ക്, ചപ്പാത്തിക്ക് എല്ലാം നന്നായിരിക്കും. താങ്ക് യു.